ഹായ് അമീഗോസ്, വെൽക്കം ടു മൈ ചാനൽ ദ തൃശ്ശൂർ കേൾ ഇൻ ലണ്ടൻ. ഞാൻ ഈ വീഡിയോയിൽ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പുതിയ ഹിറ്റ്വേയുടെ ഇലക്ട്രിക് സൈക്കിളാണ്. ലണ്ടനിലെ ലൈഫ് ഈസി ആക്കാൻ വേണ്ടി ഒരു സ്മാർട്ട് ഡിസിഷനാണിത്. ഈ സൈക്കിളിൻ്റെ ഇൻസ്റ്റാളേഷനും വർക്കിംഗ് ഒക്കെ ഒന്ന് കണ്ടാലോ. ഇത്തിരി കഷ്ടപ്പെട്ടാണ് ഞങ്ങളിത് ഞങ്ങളുടെ സെക്കൻഡ് ഫ്ലോറിലോട്ട് കയറ്റിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് 30 കിലോയാണ്. അത്യാവശ്യം നന്നായി നല്ല സെക്യൂർഡായിട്ട് നീറ്റായിട്ടാണ് അവർ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സൈക്കിളിൻ്റെ ഓരോ പാർട്സിനും ഒരു ഡാമേജും കൂടാതെയാണ് നമുക്ക് കിട്ടിയത്. അത്രയും അടിപൊളിയായിരുന്നു അവരുടെ പാക്കിങ്. ഞങ്ങളിത് ഹിറ്റ്വേയുടെ ഓൺലൈൻ വെബ്സൈറ്റിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 1 വീക്കിനുള്ളിൽ തന്നെ സാധനം നമുക്ക് വീട്ടിൽ കിട്ടി. നമുക്കിത് ഓരോരോ പാർട്സ് ആയിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് അസംബിൾ ചെയ്യുക. പിന്നെ അവർ തന്നെ അതിൽ കുറേ ടൂൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് വെച്ചൊന്ന് ജസ്റ്റ് ടൈറ്റൻ ചെയ്യുക. അങ്ങനത്തെ പരിപാടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സംഭവം ഭയങ്കര സിമ്പിളാണ്. എന്തൊക്കെ പാർട്സുകളുണ്ട്, എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളതെന്ന് നമുക്കൊന്ന് കണ്ടാലോ. നമുക്ക് എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഒരു യൂസർ മാനുവൽ ഉണ്ടായിരുന്നു. പിന്നെ ആദ്യത്തെ ഈ ഒരു പാർട്സ് എന്ന് പറയുന്നത് പെഡലാണ്. നമ്മൾ ചവിട്ടുന്ന ഒരു പെഡലാണ് ഫസ്റ്റത്തെ ആ ഒരു പാർട്സ് നമുക്ക് കിട്ടിയത്. പിന്നെ അത് ഫിക്സ് ചെയ്യാനായിട്ടുള്ള ഒരു ടൂളാണിത്. ഈ ടൂൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിൽ തന്നെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ഇത് ലോക്കാണ്. അവർ തന്നെ അതിന് ലോക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാദ്യം 0 വെച്ചിട്ടാണ് അൺലോക്ക് ചെയ്യണത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള പാസ്വേഡ് വെച്ചിട്ട് നമ്പർ ലോക്ക് ചെയ്യാവുന്നതാണ്. ആ ഒരു സൈക്കിൾ ഞങ്ങൾക്ക് ആ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയും ടൈറ്റൻ ചെയ്ത് സ്പോഞ്ചൊക്കെ വെച്ച് സൈക്കിളിനൊരു ഡാമേജും പറ്റാണ്ട് പെർഫെക്റ്റ് ആയിട്ടായിരുന്നു അവർ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് ആ ബോക്സ് ഞങ്ങൾക്ക് കട്ട് ചെയ്യേണ്ടി വന്നു. കാര്യം അത് പുറത്തേക്ക് എടുക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ആ ബോക്സ് കട്ട് ചെയ്തു. കത്തി വെച്ചൊക്കെ കഷ്ടപ്പെട്ട് മുറിച്ചു. കാരണം ആ ബോക്സും ഭയങ്കര കട്ടിയുള്ളതായിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ ആ സൈക്കിൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുത്തു. ഈ ഒരു സൈക്കിൾ ഫോൾഡബിൾ ആണ്. അപ്പം നമുക്കിത് ഫോൾഡ് ചെയ്തിട്ട് എവിടെ വേണമെങ്കിലും ക്യാരി ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് പറ്റും. പക്ഷെ ഇതിൻ്റെ വെയിറ്റ് ആണ് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ട്. 30 കിലോയാണല്ലോ ഉള്ളത്. നമുക്ക് കാറിലൊക്കെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് എളുപ്പമാണ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് കിട്ടിയത് ഇതാണ് കാറ്റടിക്കണ പമ്പ്. ഈ സൈക്കിളിനൊപ്പം തന്നെ നമുക്ക് ഈ പമ്പും അതുപോലെ തന്നെ ലോക്കൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. പിന്നെ ഞങ്ങൾ യൂസർ മാനുവലൊക്കെ വായിച്ച് അതിൻ്റെ ഓരോ പാർട്സ് ആയിട്ട് അസംബിൾ ചെയ്യാനായിട്ട് തുടങ്ങി. ആദ്യം ഞങ്ങൾ അസംബിൾ ചെയ്യാൻ നോക്കിയത് ഇതിൻ്റെ ഹാൻഡിലാണ്. ഇതിൻ്റെ ഹാൻഡിലും അതുപോലെ തന്നെ ഇതിൻ്റെ സീറ്റും അഡ്ജസ്റ്റബിൾ ആണ്. നമുക്കത് ആവശ്യാനുസരണം പൊക്കിയും താഴ്ത്തിയൊക്കെ വെക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ ഈ യൂസർ മാനുവൽ നല്ല കട്ടിയുള്ളൊരു ബുക്കാണ്. അതിലെല്ലാ ലാംഗ്വേജിലും അവർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ ചാർജർ, ഇത് ലോക്ക്, ഇത് പമ്പ്. ഇത് നേരത്തെ ഞാൻ കാണിച്ചതാണ്, നാലിനോട് കാണിച്ചെന്ന് മാത്രം. ഇതാണ് നമ്മുടെ ബാറ്ററി. ഇത് ഡിറ്റാച്ചബിൾ ആണ്. ഇതിൽ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ചാർജ് ചെയ്യണത്. പിന്നെ ഇതിൽ തന്നെ ബാറ്ററി ചാർജ് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. റെഡ് എന്ന് പറയുന്നത് ചാർജ് ഇല്ല, പിന്നെ ഗ്രീൻ വരുമ്പോൾ ചാർജ് ഉണ്ട്. പിന്നെ ഈ ഒരു കീ വെച്ചിട്ടാണ് നമ്മളത് ഓൺ ചെയ്യുന്നത്. ഈ കീ അവിടെ വെച്ചതിന് ശേഷം ഓൺ ചെയ്യാം. പിന്നെ ഇവിടെയാണ് ഈ ഒരു പോർട്ടിലാണ് നമ്മൾ ചാർജിങ് കേബിള് കുത്തിയിട്ട് ചാർജ് ചെയ്യുന്നത്. ഇത് ഞാൻ മുന്നേ കാണിച്ച ഒരു ടൂളാണ്. ഈ ടൂൾ ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് നമ്മൾ ഈ പെഡല് അതായിട്ട് കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇത് നമ്മൾ ടൈറ്റൻ ചെയ്യാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ 2 സൈഡും അത് ടൈറ്റൻ ചെയ്ത് കറക്റ്റ് ആക്കി വെച്ചു. പിന്നെ ഇത് ബാക്ക് സൈഡിൽ വീലിൻ്റെ അവിടെ 2 സ്ക്രൂ ടൈറ്റൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ആ 2 സ്ക്രൂ നമ്മൾ ടൈറ്റൻ ചെയ്ത് വെച്ചു. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ വരുന്നത്. ഇതെല്ലാം ചെയ്തോടുകൂടി എല്ലാ സംഭവം ചെയ്തു. പിന്നെ ഇതിൽ നമുക്ക് ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. ഹെഡ്ലൈറ്റ് ഇടാനുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ. പിന്നെ എല്ലാ പരിപാടികളും കഴിഞ്ഞതിന് ശേഷം ഞാനും ചേട്ടനും കൂടെ ഒരു റൈഡിന് ഇറങ്ങി. ആദ്യം ട്രൈ ചെയ്ത് നോക്കിയത് ചേട്ടനാണ്. സംഭവം കൊള്ളാം. നല്ലൊരു റിവ്യൂ ആണ് ഞാൻ കൊടുക്കണത് ഇതിന്. അപ്പോൾ UK ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സൈക്കിൾ വാങ്ങിക്കാനായിട്ട് പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹിറ്റ്വേയുടെ ഈ ഒരു സൈക്കിള് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ ഓക്കെ, കൂടുതൽ വീഡിയോസിനായി ഫോളോ ചെയ്യുക. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ, പിന്നെ കാണാം.